ഡിയേഴ്സ്, SSLC ബയോളജിയിലെ ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ തന്നെ ഞെട്ടിയിരിക്കുന്ന കുട്ടികളാണ് മിക്കവരും. മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, മിസ്സേ ഇത് എന്ത് സെറ്റ് ആവുക, എങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം നമ്മൾ അസ്ത്ര ബാച്ചിൽ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ചേച്ചിമാരോടും ചേട്ടന്മാരോടും ചോദിച്ചാൽ അവർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ റഷിലേക്ക് പോവുകയാണ്. കാരണം ഫുൾ A+ കിട്ടിയവർ കുറേ പേരുണ്ട്, 9A+ വഴിയും കിട്ടിയ കുറേ പേരുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ അലോട്ട്മെന്റിന് അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും സീറ്റും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ ഒരു കുട്ടികളോട് തന്നെ മത്സരിക്കാനാണ് നിങ്ങൾ അടുത്ത വർഷം പോകാൻ പോകുന്നത്. ഇനി 10 കഴിഞ്ഞു, +1 +2 ഒക്കെ കഴിഞ്ഞു നിങ്ങൾ ഇറങ്ങുന്ന സമയത്തും വലിയൊരു ലോകമാണ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നത്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഞാൻ ഏത് സബ്ജക്റ്റ് എടുത്ത് ഏത് കോഴ്സിന് പോകുമെന്നൊക്കെ. അപ്പം ഏത് ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിലും, ഏതൊരു ഡ്രീമിൻ്റെ പുറകെ നിങ്ങൾ പോവുകയാണെങ്കിലും ബേസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ് നമ്മുടെ SSLC എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കോൺസെപ്റ്റും ഇപ്പോൾ അപ്ഡേറ്റ് ആയ സിലബസിലുള്ളത് തന്നെയാണ്. ഈ അപ്ഡേറ്റ് ആയ സിലബസിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനും കോഴ്സുകൾക്കും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയും ജയിച്ച് 10 കഴിഞ്ഞ് പോകാമെന്ന്. പക്ഷെ അങ്ങനെ ഇറങ്ങുമ്പോഴും നിങ്ങൾ തന്നെയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. അപ്പം ഇവിടെ മിസ് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വർഷക്കാലം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് നല്ലൊരു റിസൾട്ട് നേടിയെടുത്താൽ അത് നിങ്ങളുടെ ഇനിയുള്ള ലൈഫിലേക്കും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനൊക്കെ വലിയ ഒരു അടിത്തറ തന്നെയായിരിക്കും. അപ്പോൾ ബയോളജി പോലെ തന്നെ എല്ലാ സബ്ജക്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നതിന് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു റൂട്ട് മാപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാനും വലിയ പ്രചോദനമായിരിക്കും. നിങ്ങളുടെ ഡെയിലി റുട്ടീൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും പറ്റും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് മിസ്സേ അസ്ത്ര ബാച്ചിലെ ക്ലാസ്സുകൾ നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് എന്ന്. കാരണം അസ്ത്ര ബാച്ചിൽ ഒരു വ്യക്തമായ ടൈം ടേബിൾ ഉണ്ട്, ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പേഴ്സണൽ ടൈം തരുന്നുണ്ട്. പിന്നെയോ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം സീരീസുകളും DPPs MCQ പോലത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇതുവഴി ഒരു പഠനത്തിൽ നിന്ന് നിങ്ങൾ ഏത് ആവറേജ് ആണോ അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ അതിൽ നിന്നും ഏറ്റവും ബെറ്റർ ആക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം അതിന് നിങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ നിങ്ങളെ സ്വന്തം പ്രിപ്പയർ ചെയ്യാനും പഠിച്ച് നേടാനുമുള്ള ഒരു ആർജവം ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് വരിക. നന്നായിട്ട് നമുക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്യണം. ബയോളജീൻ്റെ കേസിലാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കുറേയധികം ടേംസുകൾ പഠിക്കാനുണ്ട്. അതിനെ വളരെ രസകരമായി സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാനാണ് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ ഉള്ളത്. അപ്പോൾ വളരെ കളിച്ചും രസിച്ചും പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ക്രോമസോമും DNA-യും ക്രോസിംഗ് ഓവറും ഒക്കെ വളരെയധികം ആനിമേഷനൊക്കെ വീഡിയോ ഒക്കെ കാണിച്ച് എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നതെന്നൊക്കെ കാണിച്ച് തന്നെയാണ് പഠിപ്പിച്ച് വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസും എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് പബ്ലിക് എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ മറക്കണ്ട, അസ്ത്ര ബാച്ചിൽ കാണാം.